Hello friends, welcome to channel. 𝙑𝙤𝙬𝙬 സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഫാസ്ടാഗ് ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഫാസ്ടാഗിൻ്റെ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇറങ്ങിയ സമയത്താണെങ്കിൽ കുറച്ചൊരു 5-8 ബാങ്കുകൾക്കൊക്കെ ഫാസ്ടാഗ് കാര്യങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് ആമസോൺ പേയിലുണ്ട്, പേടിഎമ്മിലുണ്ട്, അങ്ങനെ ഇഷ്ടം പോലെ എല്ലാ ബാങ്കുകൾക്കും ഫാസ്ടാഗ് ഉണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ ഉപയോഗിക്കുന്നത് ആക്സിസ് ബാങ്കിൻ്റെ ഫാസ്ടാഗ് എന്ന് വെച്ചാൽ ആ ടൈമിൽ നമുക്ക് വേറെ ബാങ്കുകളുടെ ഫാസ്ടാഗുകൾ അത്ര അങ്ങനെ അവൈലബിൾ ആയിരുന്നില്ല. ഞാൻ ഓൺലൈൻ എടുത്തായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ എല്ലാ ബാങ്കിൻ്റെ ആയാലും ഇപ്പോൾ ആക്സിസ് ബാങ്ക് ആയാലും ഏത് ബാങ്കിൻ്റെ ആയാലും നിങ്ങൾക്ക് അറിയായിരിക്കും റീചാർജ് ചെയ്യാൻ ഭയങ്കര പ്രശ്നമാണ്. എന്ന് വെച്ചാൽ അവർ ഈ ഫാസ്ടാഗിനായിട്ടുള്ള ഓൾറെഡി എന്ന് വെച്ചാൽ ഓരോ എല്ലാത്തിനും എല്ലാ ബാങ്കിനും അവരെ ഫാസ്ടാഗിനായിട്ട് തന്നെ ഒരു ഒറ്റയ്ക്കായിട്ടുള്ള തന്നെ ഒരു വെബ്സൈറ്റ് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഒരു എന്താ പറയുക ഇൻഡിവിജ്വലായിട്ടുള്ള അതിനൊരു വെബ്സൈറ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ശരിക്കും ആ വെബ്സൈറ്റിലേക്ക് റീചാർജ് ചെയ്യാൻ ഭയങ്കര പ്രശ്നമാണ്. കുറേ പേർക്ക് ഫേസ് ചെയ്ത പരിപാടിയാണ്. നമുക്ക് റീചാർജ് ചെയ്യുമ്പോൾ റീചാർജ് കയറില്ല, കാശ് പോകും. പിന്നെ നമ്മൾ തിരിച്ച് ക്രെഡിറ്റ് ആവാൻ അല്ലെങ്കിൽ ക്രെഡിറ്റ് ആയില്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ പോകാൻ നിൽക്കണം. അത് മിക്ക എല്ലാ ബാങ്കിനും ഫാസ്ടാഗിന് ഈ പ്രോബ്ലം ഉണ്ട്. ആക്സിസ് ബാങ്കിന് പ്രത്യേകിച്ചും ഉണ്ട്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ആക്സിസ് ബാങ്കാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇപ്പോൾ ഈ സംഭവം കുറേ കാലമായിട്ട് ഇപ്പോൾ എനിക്കിപ്പോൾ ഫാസ്ടാഗ് ഉപയോഗിക്കാനുള്ള ഒരു റീചാർജ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക ഇങ്ങനത്തെ ഒരു ശല്യം ഉണ്ടല്ലോ, നമ്മുടെ ഈ ക്യാഷ് പോവുക, ക്യാഷ് ക്രെഡിറ്റ് ആവാണ്ടിരിക്കുക, അങ്ങനത്തെ ഒരു ശല്യം നമ്മളിപ്പോൾ എന്താ പറയുക അതിനെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് ആക്ച്വലി നമ്മളൊരു ആപ്പ് വഴിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആപ്പാണ്, അതിനെ സ്പെഷ്യലി പറയേണ്ട ആവശ്യമില്ല. പക്ഷേ മോസ്റ്റ്ലി ആൾക്കാർ ഇത് യൂസ് ചെയ്യാറില്ല ഫാസ്ടാഗ് റീചാർജ് ചെയ്യാൻ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. എല്ലാവരും യൂസ് ചെയ്യുന്ന ആപ്പായിരിക്കും, അപ്പോൾ എല്ലാവർക്കും ഈസി ആയിരിക്കും യൂസ് ചെയ്യാനൊക്കെ. അപ്പോൾ എന്തായാലും ഈ ഫുൾ വീഡിയോ കാണാൻ ഫുള്ള് മറക്കണ്ട. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നോട്ടിഫിക്കേഷൻ ആക്കി വയ്ക്കാൻ മറക്കണ്ട. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെക്കൗട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. ആമസോണിൻ്റെ സ്റ്റോറിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കി നോക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സിൻ്റെ ലിങ്കും ടോപ്പ് 5 കാറ്റഗറിൻ്റെ ഗാഡ്ജറ്റ്സിൻ്റെ ലിങ്കും നമ്മൾ സ്റ്റോർ പോലെ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാം. എക്സ്ട്രാ ക്യാഷ് ഒന്നും കൊടുക്കാണ്ട് തന്നെ ആമസോണിൻ്റെ ഡയറക്റ്റ് ലിങ്ക് കൂടെ തന്നെ ആമസോണിൻ്റെ സൈറ്റിൽ കൂടെ തന്നെ സേഫായിട്ട് പർച്ചേസ് ചെയ്യാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പറയാൻ വന്നത് ഗൂഗിൾ പേ കൂടത്താണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഗൂഗിൾ പേയുടെ ആപ്പിൽ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല. എന്ന് വെച്ചാൽ എല്ലാ സംഭവവും എല്ലാ ഫീച്ചേഴ്സും ഇപ്പോൾ ഗൂഗിൾ പേയിൽ ആഡ് ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ റീസെൻ്റ്ലി അല്ല ശരിക്കും റീസെൻ്റ്ലി എന്ന് വേണമെങ്കിൽ പറയാൻ വെച്ചാൽ ഇപ്പോഴും ഫുള്ളി ബാങ്ക് സപ്പോർട്ട് ആയിട്ടില്ല ഗൂഗിൾ പേയിൽ. പക്ഷെ എന്നാലും ഒരു 90% ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ മോസ്റ്റ്ലി എല്ലാ ബാങ്കുകളിലും സപ്പോർട്ട് ആകുന്നുണ്ട്. ആദ്യം ഒന്നും ഉണ്ടാകുന്നില്ല. ആദ്യം 3-4 ബാങ്കുകളൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ മോസ്റ്റ്ലി എല്ലാ ബാങ്കിൻ്റെയും ഫാസ്ടാഗ് നമുക്ക് ഗൂഗിൾ പേയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, റീചാർജ് ചെയ്യാൻ പറ്റും. അതും മിനിമം എമൗണ്ട് വരെ അവരുടെ ഓൺലൈൻ സൈറ്റിൽ പോലും പറ്റാത്ത മിനിമം എമൗണ്ട് വരെ നമുക്ക് ഇതിൽ റീചാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ ഫാസ്റ്റായിട്ട് റീചാർജ് കയറും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൽ നമ്മുടെ ഫാസ്ടാഗ് ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാൻ നമുക്ക് ഗൂഗിൾ പേൻ്റെ ആപ്പിൽ പോയി നോക്കിയാലോ. കുറേ പേർക്ക് എന്തായാലും അറിയുന്നതായിരിക്കും, അറിയാത്തവർക്ക് ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആപ്പിലേക്ക് മൊബൈൽ ഫോണിലേക്ക് പോകാം. അപ്പം നമുക്ക് നമുക്ക് ഗൂഗിൾ പേയിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ആപ്പ് മാറിപ്പോയി. അപ്പം നമുക്ക് ഫസ്റ്റ് അതിന് വേണ്ടിയിട്ട് ഗൂഗിൾ പേയുടെ ആപ്പ് തുറക്കാം. അപ്പോൾ ഞാൻ ഗൂഗിൾ പേയുടെ ആപ്പ് കൊടുത്തപ്പോൾ നമ്മളെന്തായാലും ഇതിൻ്റെ എന്താ പറയുക ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ പാസ്വേഡ് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഹോം പേജിലേക്ക് എത്താം. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ സംഭവങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ടായിരിക്കും. ഫസ്റ്റ് തന്നെ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ എൻ്റെ ആക്സിസ് ബാങ്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ ഉപയോഗിക്കാറുണ്ട്. അതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് ന്യൂ പേയ്മെൻറ്റിലേക്ക് പോകാം. ന്യൂ പേയ്മെൻറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കുറേ സംഭവങ്ങൾ കാണാം. ഇതിൽ ബിൽ പേയ്മെൻറ്റ്സിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ താഴെയായിട്ട് വ്യൂ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാം ഫാസ്ടാഗ് റീചാർജ് കണ്ടു. ബാക്കി എല്ലാ സംഭവങ്ങളും ഇപ്പോൾ ഇതിലുണ്ട്. ബ്രോഡ്ബാൻഡ്, ഇലക്ട്രിസിറ്റി ബില്ല്, എഡ്യൂക്കേഷൻ, ഇലക്ട്രിസിറ്റി. പക്ഷേ KCB ഒന്നും വന്നിട്ടില്ല. അത് കാരണം നമുക്ക് KCB വന്നിട്ടുണ്ട്. KCB നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ എല്ലാ സംഭവങ്ങളുണ്ട്. വാട്ടർ അതോറിറ്റി, അതേപോലെ ഗ്യാസ് സിലിണ്ടർ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിൽ നമുക്ക് ഫാസ്ടാഗിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു പേജ് വരും. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി എൻ്റെ ലിങ്ക്ഡ് കാണിക്കുന്നുണ്ട്. ആക്സിസ് ബാങ്കിൻ്റെ ഫാസ്ടാഗ് ലിങ്ക്ഡ് കാണിക്കുന്നുണ്ട്. നോ ന്യൂ ബിൽസ് ഒന്നും കാണിക്കുന്നുണ്ട് ലിങ്ക്ഡ് അക്കൗണ്ടിൽ. അതിൽ ലിങ്കിലല്ല അല്ലാത്ത തന്നെ. അപ്പോൾ ഇത് ഉണ്ടാവില്ല നോർമലി നിങ്ങൾ എടുക്കുമ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ട് എടുക്കുമ്പോൾ. അപ്പോൾ അതിൽ ആദ്യം ഇങ്ങനെയാണ് വരിക. ഞാൻ എന്തായാലും ഇത് ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. ഇതിൽ ഏതൊക്കെ ആപ്പ് എന്താ വെച്ചാൽ ബ്രാൻഡിൻ്റെ സപ്പോർട്ട് ഉണ്ടെന്ന്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് കാണാം എയർടെൽ ബാങ്ക്, പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ഫാസ്ടാഗ് ഉണ്ട്, ആക്സിസ് ബാങ്കിൻ്റെ ഉണ്ട്, ബറോഡയുടെ ഉണ്ട്, COBയുടെ ഉണ്ട്, ഇക്വിറ്റാസിൻ്റെ ഉണ്ട്, ഫെഡറൽ ബാങ്കിൻ്റെ ഉണ്ട്, HDFC, ICICI, IDBI, IHMCL, IOBയുടെ ഉണ്ട്, ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഉണ്ട്, ജമ്മു ആൻഡ് കാശ്മീരിനുണ്ട്, KVB ഉണ്ട്, കൊടാക്ക്, PNB, പേടിഎം, RBL, SBI, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, യൂക്കോ, ട്രാൻസ്കോർപ്പ്. ഈ എല്ലാ ബാങ്കിൻ്റെയും നമുക്കിതിൽ ലിങ്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈസിയാണ്. അപ്പോൾ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈസിയാണെന്ന് വെച്ചാൽ അപ്പോൾ എൻ്റെ ഇത് ഓൾറെഡി ലിങ്കാണ്. അപ്പോൾ ഞാൻ ഇതൊരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടു
ജസ്റ്റ് ഞാനിപ്പോൾ റീസെൻ്റ്ലി ജനുവരി 24 50 രൂപയ്ക്ക് വെറുതെ റീചാർജ് ചെയ്താണ്. നോർമലി നമ്മുടെ അവരുടെ ബാങ്കിൻ്റെ സൈഡിലൊന്നും മിനിമം നമുക്ക് 100 രൂപയാണ്, നമുക്ക് 50 രൂപയ്ക്കൊന്നും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഈസി ആയിട്ട് ചെയ്യാം, ഈസി ആയിട്ട് തന്നെ പേയ്മെൻറ്റ് വരും. പേയ്മെൻറ്റ് കയറിയില്ലെങ്കിൽ തന്നെ അപ്പോൾ തന്നെ ഇതിൽ എറർ കാണിക്കും. മോസ്റ്റ്ലി ഡെബിറ്റൊന്നും ആവില്ല. ആയില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ പേയുടെ ഗൂഗിൾ സപ്പോർട്ട് ഉണ്ട്, ഗൂഗിൾ സപ്പോർട്ടോട് ചാറ്റ് ചെയ്താൽ അവർ റീഫണ്ടായിട്ട് തടിച്ചു വരും. നിങ്ങൾക്ക് ബാങ്കിൻ്റെ സൈഡിലേക്കും അതേപോലെ ബാങ്കിൻ്റെ കസ്റ്റമർ കെയറിലേക്കൊന്നും പോകേണ്ട ഒരു ആവശ്യമില്ല. എന്താ വെച്ചാൽ ഡെബിറ്റ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആയിട്ടുണ്ടെങ്കിൽ മോസ്റ്റ്ലി UPI ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് റീക്രെഡിറ്റ് ആവുകയും ചെയ്യും. നിങ്ങൾക്കറിയാം ഗൂഗിളിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടും ഗൂഗിൾ ചാറ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ട്. ഗൂഗിളിൻ്റെ ചാറ്റ് ഓപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു റെഫറൻസ് നമ്പറും കാര്യങ്ങളൊക്കെ തന്നിട്ട് പെട്ടെന്ന് നമുക്ക് റീഫണ്ട് കിട്ടാനും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഫാസ്റ്റാഗ് റീചാർജ് ചെയ്യാൻ ഗൂഗിൾ പേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈസി ആയിരിക്കും, കുറച്ചും കൂടി പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നടക്കുകയും ചെയ്യല്ല. ഇങ്ങനത്തെ പ്രോബ്ലം നമ്മൾ ബാങ്കിൻ്റെ സൈറ്റിൽ ചെയ്യുമ്പോൾ പ്രോബ്ലം വരില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കുറേ കാലമായിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി കാണാൻ ഞാൻ റീചാർജ് ഇങ്ങനെ 50 രൂപ 150 രൂപ എന്ന് ചോദിച്ചാകുമ്പോൾ നിങ്ങളൊരു ഒറ്റയടിക്ക് ഫുൾ എമൗണ്ട് കയറ്റിയാണ്ട് ചെയ്യുന്ന ടൈപ്പാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. എന്തായാലും ഗൂഗിൾ പേ ഉപയോഗിക്കാത്ത ആൾക്കാരും മോസ്റ്റ്ലി ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഇതൊരു പുതിയ ആപ്പും അല്ല, അപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇൻസ്റ്റാളും കാര്യങ്ങളൊന്നും ചെയ്യുന്നു വേണ്ട കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അറിയാത്തവർക്ക് ഒരു ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ ചെക്കൗട്ട് ചെയ്യുക, എല്ലാത്തിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കിയാൽ കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ.